ഇടുക്കിയിലെ അടിമാലി ഇരുട്ടുകാനത്ത് വൻമരം കടപുഴകി വീണുന്ന വാർത്ത വരുന്നു. ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. നിരവധി ഇലക്ട്രിക് പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. ആനച്ചാലിലും മരം വീണ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അടിമാലിയിൽ മണ്ണിടിച്ചിലുണ്ടായി എന്ന വാർത്ത കൂടിയുണ്ട്. രാഹുൽ വിജയൻ ചേരുന്നു ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, കൂടുതൽ വിവരങ്ങൾ എന്താണ്? ഇടുക്കി ജില്ലയിൽ വ്യാപകമായിട്ട് മഴ പെയ്യുകയാണ്. ഇന്നലെ രാത്രിയിൽ മുതൽ ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ അടിമാലി മൂന്നാർ ഭാഗത്തേക്കാണ് മഴ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ദേശീയപാത നിർമ്മാണം നടക്കുന്നുണ്ട്. അവിടെ പലയിടങ്ങളിലും മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു എന്നുള്ളതാണ്. ചീയപ്പാറയിലാണ് വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. അവിടെ ഗതാഗതം തടസ്സപ്പെട്ടു, അത് മണ്ണ് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നേരിമംഗലം റാണിക്കലിന് സമീപം മരമൊടിഞ്ഞു വീണിരുന്നു. അതും ഫയർഫോഴ്സ് എത്തി നീക്കം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അതിനപ്പുറത്തേക്കും ഇരുട്ടുകാനത്താണ് പുലർച്ചയോടുകൂടി വീണ്ടും വൻമരം കടപുഴകി വീണത്. വിനോദസഞ്ചാര കേന്ദ്രമായ ആ മേഖലയിൽ മരം ഒടിഞ്ഞു വീണത് ആ പ്രദേശത്തുള്ള ഗതാഗതത്തെ പൂർണ്ണമായിട്ടും ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല മൂന്നാർ മറയൂർ റോഡിലും മരം കടപുഴകി വീണിട്ടുണ്ട്. ഈ മരം ഒടിഞ്ഞു വീഴുന്നതനുസരിച്ച് പല സ്ഥലങ്ങളിലും ഈ വൈദ്യുതി പോസ്റ്റുകൾ പൂർണ്ണമായിട്ടും ഒടിഞ്ഞ് നഷ്ടമുണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആളപായം ഒന്നും തന്നെ ഇല്ലാത്തത് ആശ്വാസകരമായ കാര്യമാണ്. അങ്ങനെ തന്നെ തുടരട്ടെ. എന്തായാലും ഇടുക്കിയിൽ ഇന്ന് റെഡ് അലർട്ടാണ്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ്. മാത്രമല്ല ഇടുക്കിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുൾപ്പെടെ അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ആളുകൾ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. ഇന്ന് ഇടുക്കിയിലെ മഴ സാഹചര്യം വിലയിരുത്താൻ റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ ഒരു യോഗവും ചേരുന്നുണ്ട്. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.